ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ആരായിരിക്കും? അനിയത്തിയല്ല. പിന്നെ ആരായിരിക്കും തരാൻ പറ്റിയ ആരല്ലേ? എന്നാലും ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റണ്ടോ? നോർത്ത് ഹസ്ബൻഡ് അല്ല. മെനുവിന് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആരായിരിക്കും? ഫസ്റ്റ് ടൈം ആണോ അങ്ങനെ? ഫസ്റ്റ് ടൈം. അടിപൊളിയായില്ലേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ? അതൊക്കെ പറയാ. ഇന്ന് ഗസ് ചെയ്തേ, ഞാൻ നോക്കട്ടെ. തരാൻ ചാൻസ് ഇല്ല. അതെന്താ? അതെന്താ അതെന്താ ഹസ്ബൻഡിന് സാധ്യതയില്ലാത്ത? ആദ്യമായിട്ട് തരാൻ തോന്നിയതാണെങ്കിലോ? ഹാപ്പിയാണ് എന്തായാലും. അപ്പൊ ആരാണെങ്കിലും എന്താ പറയാനല്ലേ? ആരാണെങ്കിലും എന്താ പറയാനുള്ളേ? താങ്ക് യു നിർത്താണ്. എന്താ പറയണ്ടേന്ന് വരുന്നില്ല അല്ലെ? എന്നാല് ഒരു ക്ലൂ തരാം. കുറച്ച് ദൂരേന്ന്. അനിയത്തിയാണ് ദൂരെ ഉള്ളത്, അല്ലെങ്കിൽ മോള്. രണ്ടുപേരും പുറത്താണോ? ഇതിലൊരാള് പറഞ്ഞു. ഇതിലൊരാള് അമ്മക്കുട്ടി മോളാണോ? അല്ല, ഓർപ്പിച്ചു. അപ്പൊ അനിയത്തിയുടെ ഗിഫ്റ്റ് ആദ്യമായിട്ട് കിട്ടിയതല്ലേ? അത് അനിയത്തിയുടെ വക. അപ്പൊ എന്താ ഇനി എന്താ പറയണ്ടേ? രാവിലെ തന്നായിരുന്നാ? തന്നിരുന്നാ? അപ്പൊ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയായില്ലേ? അപ്പൊ എന്താ പറഞ്ഞു? മിസ് ചെയ്യുന്നുണ്ടോ? സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു എന്താ പറഞ്ഞു? ഗിഫ്റ്റാ. എങ്ങനെയുണ്ട്? അത് ആദ്യം നിങ്ങൾ കാണാത്തൊരു സംഭവം. അതെന്തായി? ഇഷ്ടപ്പെട്ടോ? നോക്കിയേ, ആരൊക്കെയത്? കരയണ്ട, സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ എടുത്തു തന്നെ. ഇഷ്ടപ്പെട്ടോ? അത് പുള്ളിക്കാരി തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നതാ. കരയണ്ട. ഓക്കെ, ഹാപ്പി ആയിട്ട്. ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി.